നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സുഖിയനാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. സുഖിയന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ 2 കപ്പ് ചെറുപയർ വേവിച്ചെടുത്താണ്. ഒരല്പം ഉപ്പ് ഇട്ട് വേവിച്ചതാണ്. അധികം വെന്ത് പോകരുത്. നമുക്ക് വീണ്ടും അടുപ്പത്തിട്ട് ചെറുതായിട്ടൊന്ന് വേവിക്കേണ്ടത്. അപ്പോൾ അധികം വെന്ത് പോകരുത്. പിന്നെ 1.5 കപ്പ് തേങ്ങ ചുരണ്ടിയത്, 1 കപ്പ് ശർക്കര പാനിയാക്കിയത്, ഇത് ജീരകവും ഏലക്കായും കൂടെ 1/4 ടീസ്പൂൺ ജീരകവും 3 ഏലക്കായും കൂടെ ചൂടാക്കി പൊടിച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടി 1.5 കപ്പ് മൈദ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവർ ഉണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ പഞ്ചസാര. പിന്നെ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ. ആദ്യം നമുക്ക് അതിന് വേണ്ട ബാറ്റർ ഉണ്ടാക്കാം. ഞാൻ 1.5 കപ്പ് മൈദ എടുത്തേക്കാം. അതിലേക്ക് കോൺഫ്ലവർ ഇടുകയാണ്. അതുപോലെ ബാക്കിയുള്ള പഞ്ചസാര, ഈ മുഴുവനായിട്ടുള്ള ജീരകവും, ഈ മഞ്ഞളിടുന്ന ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ്. ഒരുപാട് മഞ്ഞളായി പോകരുത്, ഇത്ര മഞ്ഞൾ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് ബാറ്ററാക്കാം. നമ്മുടെ സുഖിയൻ്റെ കവറിങ്ങിനുള്ള ബാറ്റർ റെഡിയായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ഇരിക്കണം. നമ്മുടെ സുഖിയൻ്റെ കവറിങ് റെഡിയായി. അടുത്തായി സ്റ്റൗ കത്തിച്ച് നമ്മൾ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ആ തേങ്ങ ചുരണ്ടി ഇടുക. തേങ്ങ ചുരണ്ടിയതും ചെറുപയർ വേവിച്ചുകൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഈ ശർക്കര പാനി വറ്റി ഈ പയറിനകത്ത് പിടിക്കുന്നതിന് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അതുവരെ നമുക്കൊന്ന് ചെറുതായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ശർക്കരയൊക്കെ ഈ പയറയിലും തേങ്ങയിലും ഒന്ന് പിടിക്കുന്നതിന് വരെ. നമ്മുടെ പയറയിലും തേങ്ങയിലും ശർക്കര നല്ലപോലെ പിടിച്ച് ശരിയായിട്ടുണ്ട്. നമുക്കിനി വാങ്ങുന്നതിന് മുമ്പ് ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചതൊന്ന് ഇട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഉരുളകളാക്കാനാണ്. അപ്പോൾ ഒരു ചെറുതായിട്ട് തണുത്തതിന് ശേഷമേ ഉരുളകളാക്കാൻ പറ്റും. നമ്മുടെ മോദകത്തിന് വേണ്ടിയുള്ള മിക്സിങ് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഉരുളകളാക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള സൈസിന് നമുക്ക് ഉരുളകളാക്കിയെടുക്കാം. നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ പയർ നമ്മൾ മാവിൽ മുക്കി എണ്ണയിലേക്കിടാം. നമ്മുടെ സുഖിയൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ കോരിയെടുക്കാം.